നിയമം ഒരു കാര്യമുണ്ട്, താമസം മാറിക്കഴിഞ്ഞാൽ 6 മാസം ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യാനുള്ള നിയമം അവിടെ ഉണ്ടെങ്കിൽ, നിയമം അതിനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ചെയ്യും തന്നെ. ഇനി അത് നിയമവിരുദ്ധമാണെങ്കിൽ ഇവിടെ അതിൻ്റെതായ ബോഡികളിൽ പരാതി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള അവിശ്വാസം ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നായിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. പ്രതിപക്ഷത്തിനെ വിശ്വസിപ്പിച്ചുകൊണ്ട്, പ്രതിപക്ഷത്തിനെയും നിങ്ങളെ പോലുള്ളവരെയൊക്കെ വിശ്വസിപ്പിക്കുന്ന സമയം കൊണ്ട് ഈ അതിനെക്കാട്ടിൽ എളുപ്പം റോഡ് സൈഡിലെ മയിൽക്കുറ്റിയെ. പക്ഷേ കോൺഗ്രസ് പരിശോധിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ഷാഹു പ്രസാദ്, LK അഡ്വാണി പാർലമെന്റിൽ ഒരു പ്രശ്നം പറഞ്ഞു, EVM കുറിച്ച് ഒരു പ്രശ്നം ഉന്നയിച്ചു. അത് സീരിയസ് ആയിട്ട് പാർലമെന്റിൽ ചർച്ച ചെയ്തു, EVM കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്തു. എന്ന് മാത്രമല്ല, സർക്കാർ അതിൽ പ്രമേയം പാസാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ VVPAT കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ ജനാധിപത്യം നടന്നത്. ഈ പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നൊരു സമീപനം, പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന സമീപനം 2014 വരെ ഉണ്ടായിരുന്നില്ല. എന്ത് നിൽക്കൂ, VVPAT എന്നാ കൊണ്ടുവന്നത് അത് പറയും. 2010 അല്ല VVPAT കൊണ്ടുവന്നത്. 2010 അല്ല VVPAT വരുന്നത് 2016. 2010 VVPAT ഇല്ല. ഇവിടെ ഇനി 2016 VVPAT കൊണ്ടുവരാൻ, 2016 സാർവത്രികമായി VVPAT കൊണ്ടുവരാനിടയായ സാഹചര്യം എന്താണ്? ആരുടെയായിരുന്നു വിമർശനം? അതായത് EVM കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി വിമർശനം ഉയർത്തിയത് ആരാണ്? പാർലമെന്റിൽ വിമർശനം ഉയർത്തിയത് കോൺഗ്രസ് പാർട്ടി. LK അഡ്വാണിയാണ് ഇന്ത്യൻ പാർലമെന്റിൽ EVM കുറിച്ച് സംസാരിച്ചത്. അന്ന് ഈ പ്രതിപക്ഷ EVM കുറിച്ച് വെറുതെ എന്താണ് സ്കെയർ മോങ്ങറിംഗ് നടത്തുകയാണെന്നായിരുന്നില്ല സർക്കാരിന്റെ സമീപനം. സർക്കാർ ആ വിമർശനത്തെ കേട്ടു, അവരത് കേട്ടു, ഇലക്ഷൻ കമ്മീഷൻ കേട്ടു. നിക്കൂ, ഈ അദ്വാനി അദ്ദേഹത്തിന്റെ മാത്രം ടെക്നിക്കലി ആയിട്ടുള്ള ഒരാളല്ല പറഞ്ഞു. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് പാർലമെന്റ് ഇളക്കി മറിക്കുകയും ഈ നാട് നീളെ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അപമാനിക്കുകയും ലോകം മുഴുവനും BJP MP ആയിരുന്ന GVL നരസിംഹറാവു ഒരു പുസ്തകം തന്നെ ഇറക്കി, ഡെമോക്രസി ഇൻ ഡേഞ്ചർ. അത്രയും ശക്തമായ ഒരു പുസ്തകത്തിന്റെ പേര് ഞാൻ കേട്ടിട്ടില്ല ഇതിനു മുമ്പ്, ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഈ നാട്ടിൽ പുസ്തകം എഴുതാം, അവരുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ ഒരു പ്രസ്ഥാനം മുഴുവനും, ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി, BJP അത് ഓൺ ചെയ്തോ? BJP ഏറ്റെടുത്തുകൊണ്ട് നാട് നീളം നടന്നോ? LK അഡ്വാണി BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണെന്ന് അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. പാർലമെന്റിൽ അദ്ദേഹം പ്രസംഗിച്ച കാര്യമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു പാർലമെന്റിനകത്ത് LK അഡ്വാണിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണോ പറയുന്നത്, BJPയുടെ നയമാണോ പറയുന്നത്? അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ശരി, BJP ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷ കോൺഗ്രസ്സുകാർ നാട് നീളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിനെ അപമാനിക്കുന്ന രീതിയിൽ BJP ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ മുൻകാലങ്ങളിൽ ചെയ്തിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു കാര്യം ഞാൻ പറയാം, പറയട്ടെ. എന്നാൽ ഞാൻ വേറൊരു ചരിത്രം നിങ്ങളെടുത്ത് പറയാം. 1991 ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇലക്ഷന്റെ ഇടയിൽ വെച്ചാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. ആദ്യത്തെ 5 ഘട്ടമുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് രാജീവ് ഗാന്ധി, പ്രതിപക്ഷ നേതാവ് പോലുമല്ല, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ആ മണ്ഡലത്തിലെ ഇലക്ഷൻ മാത്രം മാറ്റിവെക്കേണ്ട കാര്യം മാസത്തേക്കാണ് നീട്ടിവെച്ചത്. കോൺഗ്രസിന് ജയിക്കാനുള്ള സൗകര്യം. അദ്ദേഹം ഒരു മുൻ പ്രധാനമന്ത്രിയാണ്. ഷാഹു പ്രസാദ് ഒരു മുൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടത് ഓട്ടോ ഇടിച്ചോ തെങ്ങിൽ നിന്ന് വീണോ അല്ല, ഒരു ടെററിസ്റ്റ് ആക്രമണത്തിലാണ്. അത് രാജ്യത്തിന് നേരെയുള്ള ആക്രമണമാണ്. അതൊന്നും അന്ന് BJPക്ക് പ്രശ്നമായിരുന്നിരിക്കില്ല. പക്ഷെ അത് രാജ്യത്തിന്റെ പ്രശ്നമാണ്. ഒരു മുൻ പ്രധാനമന്ത്രിയെ ഭീകരാക്രമണത്തിലൂടെ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു സീരിയസ് ഇഷ്യൂ ആയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടു. BJP അത് പറഞ്ഞിട്ടില്ല. BJP അതിനെ മുതലെടുക്കാൻ അങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾക്ക് പോയിട്ടുമില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തോ വീഴ്ചയായിട്ട് അങ്ങ് ചൂണ്ടിക്കാട്ടുമ്പോൾ പറഞ്ഞേ ഉള്ളൂ. അത് രാജ്യം നേരിട്ട ഒരു വലിയ വെല്ലുവിളിയാണ്, പ്രതിസന്ധിയാണ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ആളാണ്. അതെ, ഞാൻ പറയുന്നത് കേൾക്കൂ. അത് വേണമെങ്കിൽ എന്നിട്ട് പറയുന്നത് ഇനി പറഞ്ഞ TN ശേഷനെ എനിക്ക് വലിയ ബഹുമാനമാണ്. ആ TN ശേഷൻ റിട്ടയർ ചെയ്തതിന് ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി LK അദ്വാനിക്കെതിരെ മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് അപ്പോയിന്റ് ചെയ്ത മറ്റൊരു ഇലക്ഷൻ കമ്മീഷണർ MS ഗില്ല് റിട്ടയർ ചെയ്തതിന് ശേഷം കോൺഗ്രസിന്റെ MP ആയി പാർലമെന്റിൽ വന്ന് മന്ത്രിയായിരുന്നിട്ടുണ്ട്. ആ മന്ത്രി കാലത്താണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്പോർട്സ് വകുപ്പിൽ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്ന് നടന്നത്, CWC അഴിമതി.
അല്ല, ഈ ബി ജെ പിയുടെ കാലത്ത്, മോദിയുടെ കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായിരുന്ന ആൾ സീഷെൽസിലോ വിദേശ രാജ്യങ്ങളിൽ ഹൈക്കമ്മീഷണർ ആയിട്ടുണ്ട്. നിങ്ങൾ മോശമൊന്നുമല്ല. ഉണ്ടാവില്ല. അല്ല, ഞാനതല്ല പറഞ്ഞു. പക്ഷെ എം പി മന്ത്രിയൊക്കെ ആക്കി അഴിമതി നടത്തിയിട്ടില്ല. അത് ആ ചരിത്രം കോൺഗ്രസിൻ്റെതാണ്. അപ്പം അജിംസ ചരിത്രം പറഞ്ഞ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പലതും പറയേണ്ടി വരും. അത് കൂടുതൽ മാറുന്നത് അല്ല. ഷാബു പറയുന്നത് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ അങ്ങനെ ഗൗനിക്കേണ്ട കാര്യമില്ല, അവർ ഫിയർ മോങ്കറിംഗ് നടത്തുകയാണെന്നാണ് എനിക്ക് മനസ്സിലായി. ഞാൻ വരാങ്ങയിലേക്ക് ശ്രീ പ്രശാന്ത് പത്മനാഭൻ. പ്രതിപക്ഷം